ഇന്ന് നമുക്ക് ജീവികളിൽ ആശയവിനിമയം നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. In this class, we are going to study about the chemical messages for communication used in animals. നമ്മുടെ ചുറ്റുപാടും ഉറുമ്പുകൾ വരിവരിയായി കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് നാം എല്ലാവരും കൗതുകത്തോടെ നോക്കി നിൽക്കാറുള്ള കാഴ്ചയാണ്. എന്തായിരിക്കും ഇങ്ങനെ നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം? ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാണ് ഇതിന് കാരണം. ജീവികളിൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ചില രാസവസ്തുക്കൾ സ്രവിപ്പിക്കുന്നു. ഈ രാസവസ്തുക്കളെയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിറമോണുകൾ? ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തില് ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? അവ ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകളുടെ സാന്നിധ്യമാണ് അവ വരിവരിയായി സഞ്ചരിക്കുന്നതിന് കാരണം. We have noticed ants moving in a line along a particular trail. The reason behind this movement is the production of certain chemical substances. So why ants move in a line? That is because of the chemical substances they are produced. Today we are going to study about the chemical substances that are secreted by certain animals, and its name is pheromone. So what are called pheromones? Pheromones are the chemical substances that are secreted by certain animals to the surrounding to facilitate communication. So the main function of pheromones are it is a mean of communication. ഇനി എന്താണ് ഈ ഫിറമോണുകളുടെ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. സാധാരണയായി ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇണയെ ആകർഷിക്കാനാണ്. പരസ്പരം ആകർഷിക്കപ്പെടാൻ ജന്തുക്കളിലും മാർഗങ്ങളുണ്ട്. ഇണയെ ആകർഷിക്കുന്നതിന് ജന്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ. ഈ ഫിറമോണുകളുടെ സാന്നിധ്യം മനസ്സിലാക്കി ഇണകൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. ഭക്ഷണ ലഭ്യത അറിയിക്കാനും സഞ്ചാര പാത നിർണയിക്കാനും അതുപോലെ അപകട സാധ്യതകൾ അറിയിക്കാനും ഫിറമോണുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ചില ജീവികൾ, ഉദാഹരണമായി തേനീച്ചകൾ, ചിതലുകൾ മുതലായവ കോളനികളായി ജീവിക്കുന്നത് ഈ ഫിറമോണുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസ സന്ദേശങ്ങൾ വഴിയായാണ് തേനീച്ചകളും ചിതലുകളും കോളനികളായി ജീവിക്കുന്നത്. What are the functions of pheromones? It is used for communication. Pheromones are also used in attracting mates. To attract the opposite sex, the animals are producing pheromones. By producing pheromones, they are attracting the opposite sex. It is also used for informing the availability of food.
determining the path of travel, signaling dangers, to inform dangers it is used. And it is also used for to live in colonies. Some animals in our surrounding are living in colonies. The examples for such organisms are honeybees and termites. They are living in colonies. So to live in colonies, pheromones help these organisms. ഇതുപോലെ ഫിറമോണുകൾക്കുള്ള മറ്റ് ഉദാഹരണങ്ങളാണ് കസ്തൂരിമാൻ ഉൽപ്പാദിപ്പിക്കുന്ന കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ, ഇവയെല്ലാം ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്തെല്ലാമാണ് ഫിറമോണുകളുടെ ഉദാഹരണങ്ങൾ? കസ്തൂരിമാൻ ഉൽപ്പാദിപ്പിക്കുന്ന കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ, ഇവയെല്ലാം ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ പദം പൂരിപ്പിക്കുക എന്ന ഭാഗത്താണ് സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങൾ കുട്ടികൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. There are so many other examples for pheromones. They are muskon in the musk deer, the civetone in the civet cat, bombicol in the female silkworm moth. These all are examples for pheromones. Usually, this will come under the questions. Find out the relationship between the first pair and fill up the blanks. കാർഷിക മേഖലയിലും ഫിറമോണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ നിർമ്മിക്കുന്നു. ഈ കൃത്രിമ ഫിറമോണുകൾ കീട നിയന്ത്രണം നടത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. Artificial pheromones are used for pest control in agricultural fields. The pheromones which are artificially prepared in labs and they are used for pest control. എങ്ങനെയാണ് ഫിറമോണുകൾ കീടനിയന്ത്രണത്തിന് സഹായിക്കുന്നത് എന്ന് നോക്കാം. ഫിറമോൺ കെണി പോലുള്ള സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നു. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന ഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിക്കുന്നു. അങ്ങനെ അവയെ നശിപ്പിക്കുന്ന രീതിയാണ് ഫിറമോൺ കെണി. Nowadays, pheromone traps are widely used to control the pest. The method employed here is to attract and destroy the insects using artificial substances that have the same chemical nature as that of the insects. The pheromones are emitted by the insects. Their chemical nature is first identified and similar artificial substances are produced to attract and destroy insects and they are used in pest control.